ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ആർച്ചസ് ഓഫ് ദ ഫൂട്ട് എന്ന് പറയുന്നത്. സ്കെലട്ടൺ ഓഫ് ലോവർ ലിംബ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് നമ്മുടെ ആർച്ചസ് ഓഫ് ഫൂട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ നോർമലി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഫൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സർഫസുമായിട്ട് എന്താ ഫ്ലാറ്റ് ആയിട്ടല്ല കാണപ്പെടുന്നത്, അത് കുറച്ചൊന്ന് എലിവേറ്റ് ചെയ്തിട്ടല്ലേ കാണപ്പെടുന്നത്. ആ ഒരു സ്ട്രക്ചർ ആണ്, അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ആർച്ചസ് എന്ന് പറയുന്നത്. നമ്മുടെ ഫൂട്ടിന്റെ കാര്യത്തിൽ നമുക്ക് പ്രധാനമായിട്ടും 4 ആർച്ചസ് ആണ് ഉള്ളത്. അപ്പൊ ഏതൊക്കെയാണ് ആ ആർച്ചസ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മീഡിയൽ അല്ലെങ്കിൽ ഇന്റേണൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് ആണ്. ഓക്കെ, മീഡിയൽ ആർച്ചിന്റെ മറ്റൊരു പേരാണ് ഇന്റേണൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മീഡിയൽ സൈഡിലായിട്ട്, മീഡിയൽ ഭാഗത്താണ്, നമ്മുടെ ഫൂട്ടിന്റെ മീഡിയൽ ഭാഗത്തായിട്ട് കാണപ്പെടുന്ന ആർച്ചാണ് മീഡിയൽ ആർച്ച് എന്ന് പറയുന്നത്. അപ്പം ഇത് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ടു ഫ്രണ്ട് ഏതൊക്കെ ബോൺ വഴിയാ ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഇതില് ബാക്കില് ഒന്നാമത് നമുക്ക് വരുന്നത് കാൽക്കേനിയം ആണ്. അതാണ് നമ്മുടെ ഈ ആർച്ചിന്റെ പോസ്റ്റീരിയർ സപ്പോർട്ട്, ബാക്ക് സൈഡിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നത് കാൽക്കേനിയം ആണ്. നെക്സ്റ്റ് ഉള്ളത് ടാലസ് ആണ്, ദ സമ്മിറ്റ് ഓഫ് ദ ആർച്ച്, അതായത് നടുക്ക് ഭാഗത്ത് ഹെൽപ്പ് ചെയ്യുന്നത് ടാലസ് ആണ്. പിന്നെ ഉള്ളത് നവിക്കുലർ, 3 ക്യൂനിഫോം ബോൺസ് ആൻഡ് ദ ഹെഡ് ഓഫ് ദ 3 ഇന്നർ മെറ്റാടാർസൽസ്. ഇത് മൂന്നും കൂടെ ചേർന്നാണ് ഈ ഒരു ആർച്ചിന് ആന്റീരിയർ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം മീഡിയൽ ആർച്ച് ഫോം ചെയ്തിരിക്കുന്നത് കാൽക്കേനിയം, അതുപോലെ തന്നെ ടാലസ്, നെവിക്കുലാർ, 3 ക്യൂനിഫോം ആൻഡ് 3 ഇന്നർ മെറ്റാടാർസൽസ്, ഇത്രയും ബോൺസും കൂടെ ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൽ പോസ്റ്റീരിയർ സപ്പോർട്ട് കൊടുക്കുന്നത് കാൽക്കേനിയവും, മിഡിൽ ആ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ടാലസും, ഫ്രണ്ടിൽ നെവിക്കുലാറും 3 ക്യൂനിഫോം ബോൺസും അതുപോലെ 3 ഇന്നർ മെറ്റാടാർസലൂടെ ചേർന്നിട്ടാണ് ആന്റീരിയർ സപ്പോർട്ട് കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഫൂട്ടിന്റെ ലാറ്ററൽ സൈഡിലായിട്ട് കാണപ്പെടുന്നതാണ് ലാറ്ററൽ അല്ലെങ്കിൽ ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് എന്ന് പറയുന്നത്. ഇത് ഫോം ചെയ്തിരിക്കുന്നത് നമ്മുടെ കാൽക്കേനിയവും ക്യൂബോയിഡും 2 ഔട്ടർ മെറ്റാടാർസൽ ബോൺസും കൂടെ ചേർന്നിട്ടാണ്. ഏതൊക്കെയാണ്? കാൽക്കേനിയം, ക്യൂബോയിഡ്, 2 ഔട്ടർ മെറ്റാടാർസൽ ബോൺസ്. ഇത് ഇത്രയും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ലാറ്ററൽ അല്ലെങ്കിൽ ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് ഫോം ചെയ്തിരിക്കുന്നത്. ഫൂട്ടിന്റെ ലാറ്ററൽ സൈഡിലായിട്ട് കാണപ്പെടുന്നതാണ് ഈ ഒരു ലാറ്ററൽ ആർച്ച് എന്ന് പറയുന്നത്. അപ്പൊ ലാറ്ററൽ എന്ന് പറയുമ്പോൾ ടുവേർഡ്സ് ദ സൈഡ്സിലോട്ടുള്ള ഭാഗമാണ് നമ്മുടെ ലാറ്ററൽ എന്ന് പറയുന്നത്. മീഡിയൽ എന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് ബോഡി മിഡ് ലൈൻ, നമ്മുടെ ബോഡിയുടെ മിഡ് ലൈനിലോട്ടുള്ള, ബോഡിയോട് ചേർന്നിരിക്കുന്ന ഭാഗമാണ് മീഡിയൽ. അപ്പം ഇനി മൂന്നാമത്തെ ടൈപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ആർച്ചസ് ആണ്. ഇത് നമുക്ക് 2 ടൈപ്പ് ആണുള്ളത്. ട്രാൻസ്വേഴ്സ് ആർച്ച് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ട്രാൻസ്വേഴ്സ് ടാർസൽ ആർച്ച് ആണ്. ഇത് നമ്മുടെ ടാർസൽ ബോൺസ് വഴിയിട്ടാണ് ട്രാൻസ്വേഴ്സ് ടാർസൽ ആർച്ച് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ട്രാൻസ്വേഴ്സ് മെറ്റാടാർസൽ ആർച്ച് ആണ്. ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് പോസ്റ്റീരിയർ ട്രാൻസ്വേഴ്സ് മെറ്റാടാർസൽ ആർച്ച് എന്നും അറിയപ്പെടാറുണ്ട്. ഇത് ഫോം ചെയ്തിരിക്കുന്നത് നമ്മുടെ മെറ്റാടാർസൽ ബോൺസിന്റെ ഹെഡ് വഴിയിട്ടാണ് ഈ ഒരു ട്രാൻസ്വേഴ്സ് മെറ്റാടാർസൽ ആർച്ച് ഫോം ചെയ്തിരിക്കുന്നത്. ദ ഫസ്റ്റ് ആൻഡ് ഫിഫ്ത്ത് ഫോമിംഗ് ദ പിയേഴ്സ് ഓഫ് ദ ആർച്ച്. അതിൽ തന്നെ ഫസ്റ്റും ഫിഫ്ത്തും മെറ്റാടാർസൽ ബോൺസ് ആണ് ഈ ഒരു ആർച്ചിന്റെ പിയേഴ്സ് ഫോം ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ആർച്ച് എന്ന് പറയുന്നത് നോർമലി നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ടുമായിട്ട് നോർമലി ഓൾമോസ്റ്റ് കോണ്ടാക്റ്റിൽ വരും. കാരണം ഇത് മെറ്റാടാർസൽ ബോണിന്റെ ആ ഒരു ഭാഗമായിട്ട് മെറ്റാടാർസൽ ബോൺസ് വഴി ജോയിൻ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷനിൽ ഗ്രൗണ്ടുമായിട്ട് കോണ്ടാക്ട് വരാറുണ്ട്. നമ്മൾ ഫൂട്ട് റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഇതിന് കിട്ടുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഈ ഒരു കാര്യം നോക്കിയതിന് ശേഷം ഈ ഒരു പിക്ചർ നോക്കുക. ഇതില് നമ്മള് മീഡിയൽ സൈഡ്, ഇതൊരു റൈറ്റ് ഫൂട്ടിന്റെ കാര്യമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിന്റെ മീഡിയൽ സൈഡിൽ, ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വയലറ്റ് കളറിലാണ് മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കാൽക്കേനിയം, അതുപോലെ തന്നെ ടാലസ്, നെവിക്കുലാർ, 3 ക്യൂനിഫോം, അതുപോലെ തന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മെറ്റാടാർസൽ. ഇത് ഇത്രയും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഒരു മീഡിയൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് ഫോം ചെയ്തിരിക്കുന്നത്. മീഡിയൽ സൈഡിലായിട്ടാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അതിന്റെ റൈറ്റ് സൈഡിൽ തന്നെ ലാറ്ററൽ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ
എന്തൊക്കെയാണ്? കാൽക്കേനിയവും ക്യൂബോയിഡും ഫോർത്തും ഫിഫ്ത്തും മെറ്റാടാർസൽ ബോൺസും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ലാറ്ററൽ ലോഞ്ചിറ്റ്യൂഡിനൽ ആർച്ച് ഫോം ചെയ്തിരിക്കുന്നത്. ആ ഒരു ഓറഞ്ച് ലൈൻ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാൽക്കേനിയവും അതുപോലെ തന്നെ ക്യൂബോയിഡും പിന്നെ ഫോർത്തും ഫിഫ്ത്തും മെറ്റാടാർസൽ ബോൺസ് ആണ്. അത് ഇത്രയും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ലാറ്ററൽ ആർച്ച് ഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ട്രാൻസ്വേഴ്സ് ആർച്ച് ആണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റാടാർസൽ ബോൺസിന്റെ ബേസ് ഫോം ചെയ്യുന്നുണ്ട്. പിന്നെ ക്യൂബോയിഡും 3 ക്യൂണിഫോം ബോൺസും. ഇത് ഇത്രയും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ട്രാൻസ്വേഴ്സ് മെറ്റാടാർസൽ ആർച്ച് അവിടെ കൊടുത്തിരിക്കുന്നത്. മെറ്റാടാർസൽ ബോൺസിന്റെ ബേസും അതുപോലെ തന്നെ നമ്മുടെ ക്യൂബോയിഡ് 3 ക്യൂണിഫോം ബോൺസ്, അത് ഇത്രയും കൂടെ ചേർന്നിട്ടാണ് ട്രാൻസ്വേഴ്സ് ആർച്ച് അവിടെ കൊടുത്തിട്ടുള്ളത്. ട്രാൻസ്വേഴ്സ് ആർച്ച് തന്നെ ടാർസൽ ബോൺസുമായിട്ട് ചേരുവാണെങ്കിൽ ട്രാൻസ്വേഴ്സ് ടാർസൽ ആർച്ചും, മെറ്റാടാർസൽ ബോൺസുമായിട്ട് ചേർന്നിട്ടാണെങ്കിൽ ട്രാൻസ്വേഴ്സ് മെറ്റാടാർസൽ ആർച്ച് എന്നും അതിനെ പറയാറുണ്ട്. ഇതാണ് ആർച്ചസ് ഓഫ് ഫൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്.